മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മഞ്ചേരി ഒലിപ്പുഴ റോഡിലെ പയ്യനാട് അങ്ങാടിയിൽ റോഡ് വികസനത്തിനായി ഏറ്റെടുത്ത സത്രം വക ഭൂമിക്ക് പട്ടയത്തിനായി ഉടമ നൽകിയ അപേക്ഷയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പട്ടയം അനുവദിക്കാൻ ഇടപെടുന്നതായി പരാതി. പൊതുപ്രവർത്തകനായ MP മെഹബൂബ് കുരിക്കലാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഒരുപാട് കാലങ്ങളായിട്ട് ജനങ്ങൾ ദുരിതത്തിലായിരുന്നു ആ ഭാഗം. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ആശ്വാസമായിരുന്നു. ആ ആശ്വാസത്തിന് ഇപ്പോൾ വിരാമിടാൻ പോവുകയാണ്. കാരണം സത്രം വക ഭൂമി ഏറ്റെടുത്ത് അന്ന് ഈ പറഞ്ഞ 64/2 നിന്ന് 29ഓളം സെൻറ്റ് ഏറ്റെടുത്തിരുന്നു. ആ ഭൂമിക്കടക്കം PWD ഭൂമി ഏറ്റെടുത്ത് കരിങ്കൽ ഭിത്തി കെട്ടി റോഡിലേക്ക് 2015 ചേർത്ത് വെച്ച ഭൂമിക്കടക്കം വില്ലേജ് ഓഫീസിൽ നിന്നും 15 വില്ലേജ് ഓഫീസിൽ നിന്നും ആ ഭൂമിക്ക് അടക്കം അന്ന് ഏറ്റെടുത്ത് പോയ ഭൂമിക്കടക്കം സുമോട്ടോ അയച്ചിട്ടുണ്ട് താലൂക്കിലേക്ക്. പയ്യനാട് അങ്ങാടിയിലെ വീതിക്കുറവും ഗതാഗതക്കുരുക്കും കാരണം 2015 റോഡ് വീതി കൂട്ടാൻ പലരിൽ നിന്നും ഭൂമി ഏറ്റെടുത്തിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ 36.5 ഏക്കർ സ്ഥലത്തിൽപ്പെട്ട 64/2 സർവേ നമ്പറിലെ ഏകദേശം 29 സെന്റ് സ്ഥലം സർക്കാർ അധീനതയിലുള്ള സ്ഥലമെന്ന നിലയിൽ ഏറ്റെടുത്ത് റോഡിലേക്ക് ചേർത്തു. പൊതുമരാമത്ത് ഇവിടെ കരിങ്കൽ കെട്ടി ഉയർത്തി മണ്ണിട്ട് നിറച്ച് നിലവിലുള്ള റോഡിന്റെ ഭാഗമാക്കുകയും ചെയ്തു. ഏറ്റെടുത്ത സ്ഥലം ഉൾപ്പെടെ 91 സെന്റ് വരുന്ന സ്ഥലത്തിന്റെ ഉടമ സർക്കാർ നടപടിക്കെതിരെ മലപ്പുറം ജില്ലാ കളക്ടർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, LA സ്പെഷ്യൽ തഹസിൽദാർ എന്നിവരെ എതിർകക്ഷികളാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ തീരുമാനമായില്ല. ഇതിനിടെയാണ് സത്രം വക ഭൂമിയുടെ കൈവശക്കാർക്ക് പട്ടയം നൽകാൻ ഉത്തരവായത്. ഇതിന്റെ മറവിലാണ് വർഷങ്ങൾക്ക് മുൻപ് റോഡായി മാറുകയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റോഡ് വികസനം ആരംഭിക്കുകയും ചെയ്ത സ്ഥലത്തിനുകൂടി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പട്ടയം സമ്പാദിക്കാൻ ശ്രമിക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ MP മെഹബൂബ് കുരിക്കൽ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരാവകാശം വഴി ലഭ്യമാക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.